ഇന്നലെ നമ്മളൊരു ഗിവ് കാര്യം പറഞ്ഞില്ലായിരുന്നോ? അപ്പോൾ അത് പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു ബുദ്ധിമുട്ട്, കേട്ടില്ലെങ്കിൽ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടെന്ന് പറയില്ലേ. എന്തായാലും അതിനെക്കുറിച്ച് പറയാനും കൂടി കേട്ടോ. രാവിലെ ഞാൻ മഴയായിട്ട് പെരും മഴ, വെയിലാണെങ്കിൽ പെരും വെയിൽ, ഇതൊന്നും അല്ലാത്തൊരു കാലാവസ്ഥ കേട്ടോ. ഒന്നും വിശ്വസിക്കാൻ പറ്റിയല്ല. ഞാൻ എന്തായാലും ആ ചെടി വെട്ടലും നടലും ഒക്കെ നിങ്ങൾ കണ്ട കാഴ്ചയാണല്ലോ. അപ്പോൾ പിന്നെ നനച്ച് കൊടുത്തില്ലെങ്കിലേ ചെടിക്ക് മൊത്തം പണി കിട്ടും. പ്രത്യേകിച്ച് റോസയും കൂടിയാണല്ലോ. നമ്മൾ മണ്ണൊക്കെ ഒന്ന് മാറ്റി, പോരാത്തതിനും ജൈവവളത്തിൻ്റെ ഒപ്പം തന്നെ രാസവളവും എല്ലാം ഇട്ട് കൊടുത്തതല്ലേ. അതിനെക്കുറിച്ച് പിന്നെ കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്തായാലും ഓഗസ്റ്റ് 15-ാം തീയതി കേട്ടോ പ്ലാൻ ചെയ്ത ദിവസം. ഒരു മാസത്തിൽ ഒന്നെന്നാണല്ലോ നമ്മൾ പറഞ്ഞേക്കുന്നത്. അതുമാത്രമല്ല, ഓണത്തിനൊരു സന്തോഷമായിക്കോട്ടെ. നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾക്കും ഒരു സന്തോഷമാവും, എനിക്ക് തരുമ്പം അതും ഒരു സന്തോഷമുള്ള കാര്യമാണല്ലോ. എന്നാൽ പിന്നെ അങ്ങനെ ആട്ടോ അല്ലേ. അങ്ങനെ ഞാൻ എന്തായാലും ഇന്നത്തെ ഈ ചെടി നെല്ലിൻ്റെ ആണെങ്കിൽ ഈ ചീര വിത്തൊക്കെ കിട്ടി. എന്നാൽ പിന്നെ അതും കൂടിയും കുറച്ച് ഉണക്കി വെച്ചേക്കാമെന്നോ. അതോ തൊട്ടടുത്തുള്ള ആരെങ്കിലും വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് തരുന്നതായിരിക്കും കേട്ടോ. റോസും ഉണ്ട്, ഓറഞ്ചും ഉണ്ട്, പിന്നെ ഒരു മഞ്ഞ കളറുണ്ട്. അങ്ങനെ 3 സൈസ് ആട്ടോ ഉള്ളത്. ഇവളിവിടെ നിൽക്കുന്നത് കൊണ്ട് 2 ഉദ്ദേശമുണ്ട്. കാരണം ഇവൾക്ക് നനയുകയും ചെയ്യാം, അതുമാത്രമല്ല പ്രാവുംകുട്ടിയിൽ നിന്ന് കൃത്യമായിട്ട് തീറ്റയും കിട്ടും. അപ്പോൾ പിന്നെ സന്തോഷമുള്ള കാര്യമാണല്ലോ. നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഏതാണെന്ന് പറയണേ, ഈ ചെടികൾ ഇരിക്കുന്നതിൽ. ഇത് കയറി പോകുന്നത് പെട്രിയ കേട്ടോ. ഇതിന് 2 കളറുണ്ട്, വയലറ്റും ഉണ്ട് വെള്ളയുണ്ട്. പക്ഷേ ഇതുവരെ പൂവിട്ടിട്ടില്ല. വർഷം ഒന്നാകാനായി, പക്ഷേ അതിൻ്റെ ഒരു വളർച്ച കാണുന്നില്ല. ഇനി ഒരു നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നാൽ പിന്നെ എന്തായാലും കയറുമ്പോൾ കയറട്ടെ എന്നുള്ള പ്രതീക്ഷയിൽ അവിടെ നിൽക്കുക കേട്ടോ. ഈ ചെടിക്ക് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഇത് മണ്ണിൻ്റെ അകത്ത് നട്ടു വെച്ച് കഴിഞ്ഞപ്പോൾ ഇതൊരുമാതിരി മരച്ച് നിൽക്കുമായിരുന്നു, ഒരു തുള്ളിയും വളർച്ചയില്ലാതെ. ഇലയ്ക്കാണെങ്കിൽ ഒരു ചീച്ചിലോ കേടോ ഒക്കെ പോലെ തന്നെ. എന്തായാലും അതിൽ നിന്നൊരു മാറ്റം വരുത്തി ഞാൻ കുറച്ച് മണലൊക്കെ കൂട്ടി വെച്ചിട്ട് ആ രീതിയിൽ അങ്ങ് നട്ടേ. ഇപ്പോൾ സംഭവം ഉഷാറായിന്നേ. അതുമാത്രമല്ല, ആ ഇലയ്ക്ക് ചീച്ചിൽ വന്നത് ഞാൻ പിടിച്ചതാ ഇതുപോലെ കുത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്നോടൊരു കൂട്ടുകാർ പറഞ്ഞു തന്നായിരുന്നു, ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സംഭവം വിജയിക്കുന്നു. സംഭവം റെഡി ആയിട്ടോ, കിളുത്ത് വരികയും ചെയ്തു. കുഞ്ഞി കിളിർപ്പ് വന്നത് അറിയാതെ രാസവളം കൊണ്ടേ വാരിയിട്ടതാ.